എല്ലാവർക്കും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ്. എല്ലാവരും ഒരുപാട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇതൊന്ന് സംസാരിക്കണമെന്ന് കരുതി. അത് എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യുക? സാർ പറയുന്നുണ്ട് വിഷ്വലൈസ് ചെയ്യണം. എങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നത്? അതുമാത്രം ആരും പറയുന്നില്ല. അതുമാത്രം പലതിലും പറയുന്നില്ല. എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം, എങ്ങനെ കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്യാം, എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം, എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ വിഷ്വലൈസ് ചെയ്യാം, എങ്ങനെയെന്നുള്ളത് ബേസിക് ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നതാണ്. അത് കൂടാതെ ഏതൊക്കെ രീതിയിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യുക? വിഷ്വലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന കാര്യത്തിൽ ആദ്യം നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നമുക്കിപ്പോൾ ഒരു ജോലി വേണം എന്നുള്ളത്, അപ്പോൾ ജോലി എന്നെ കൊണ്ട് വാങ്ങിച്ചെടുക്കാൻ പറ്റും, ഞാൻ അതിന് പരിശ്രമിക്കും എന്നുള്ളൊരു വിശ്വാസവും ഉറപ്പും നമുക്ക് ആദ്യം വേണം. അല്ലാതെ നമ്മളിപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വിശ്വാസമില്ലെങ്കിൽ, നമ്മുടെ ഉള്ളിൽ അതിനുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും? വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവോ? ഈവൻ ഫീൽ ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ ആവോ? ഇല്ല. അവിടെ ഒരു പ്രാക്ടിക്കൽ സൈഡില്ല, അല്ലേ? അപ്പോൾ വിഷ്വലൈസ് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകണം എന്നൊരാൾക്ക് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും ഭാവി വേണമെന്ന് ഒരാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ എന്താ പറയുക, വളരെ ദരിദ്രമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളായിരിക്കും, ചിലപ്പോൾ ഒരു കട നടത്തുന്ന ആളായിരിക്കും, ആര് വേണമെങ്കിലാവാം. പക്ഷേ അയാളുടെ ഉള്ളിൽ തീക്ഷ്ണമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, എനിക്ക് രാജ്യത്തിനെ സേവിക്കണം, എനിക്ക് ജനങ്ങളെ സേവിക്കണം, ഈ ആഗ്രഹം അവർ വളർത്തി കൊണ്ടുവരുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മളിലേക്ക് ഒരുങ്ങി വരും. അത് വേറെ കാര്യം. അത് അവിടെ പ്രാക്ടിക്കലല്ല പ്രധാനം. അവിടെ പ്രധാനമായിട്ടുള്ളത് ആഗ്രഹം, തീക്ഷ്ണത ഉണ്ടെങ്കിൽ ഈവൻ പ്രാക്ടിക്കൽ കാര്യങ്ങളും കൂടെ ഒരുങ്ങി വരും എന്നാണ് പറയാം. അപ്പോൾ ഈ വിഷ്വലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു ജോലി വേണം എന്നുള്ളൊരു വിഷ്വലൈസേഷൻ ആണെങ്കിൽ നമ്മളതിനെ ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ ആഗ്രഹത്തിനെ പൂർണ്ണമായും ജീവിക്കുക. ഈ നിമിഷം ഞാൻ ജോലി സ്ഥലത്തിരിക്കുകയാണ്, അവിടെ ആ AC റൂമിൽ ഞാൻ ഇരിക്കുകയാണ്, അവിടെ എനിക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട്. ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാം. എല്ലാവരും എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. ഞാൻ വിളിച്ചു പറയുകയാണ്, ഇപ്പോൾ എനിക്കൊരു ജോലി കിട്ടി, എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു പറയുകയാണ്, ആടാ എനിക്ക് ജോലി കിട്ടി, എനിക്ക് ഇന്ന വളരെ നല്ല കമ്പനിയിൽ വളരെ നല്ല സാലറിയിൽ ജോലി കിട്ടി. ഇത് ഫീൽ ചെയ്യണം. നിങ്ങൾ ജസ്റ്റ് മൈൻഡിൽ കണ്ടാൽ മാത്രം പോരാ, ഉറപ്പായിട്ടും തീക്ഷ്ണതയുണ്ടെങ്കിൽ ഈവൻ പ്രാക്ടിക്കൽ സൈഡ് പോസിബിൾ അല്ലെങ്കിൽ പോലും, പ്രാക്ടിക്കൽ സൈഡ് പോസിബിൾ ആവാത്ത എല്ലാ കാര്യങ്ങളും നടക്കില്ല, പക്ഷേ തീക്ഷ്ണതയുണ്ടെങ്കിൽ അതുപോലും നടന്നെന്ന് വരാം. മനസ്സിലായോ? ഇപ്പോൾ ജോലി വേണം എന്നൊരാഗ്രഹമുണ്ട്, നമ്മളതിന് നമ്മൾ ഏറ്റവും സേഫായിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്താണ്? നമുക്കൊരു ജോലി വേണം, നമ്മളതിന് കഠിനമായി പരിശ്രമിക്കുക. കഠിനം എന്ന് പറയുമ്പോൾ ഹാർഡ് വർക്കിനേക്കാളും നല്ലത് ഏറ്റവും സ്മാർട്ട് വർക്ക്. പരിശ്രമിക്കാനുള്ള അതിനു വേണ്ടിയുള്ള എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് നമ്മളോട് തന്നെ ആദ്യം ഒരു ബോധ്യം വേണം. അതില്ലാത്തവർക്ക് സാധാരണഗതിയിൽ ഇത് വർക്കാവില്ല. അത് സത്യമാണ്. സത്യം നമ്മളെപ്പോഴും സത്യമായിട്ട് പറയണം. അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ കണ്ണടച്ചിരുന്ന് വിഷ്വലൈസ് ചെയ്യുന്ന, പിന്നെ ലോകത്തുള്ള എല്ലാവർക്കും കണ്ണടച്ചിരുന്ന് വിഷ്വലൈസ് ചെയ്താൽ പോരെ? അവിടെ നമ്മളുടെ ഒരു സൈക്കോളജിക്കൽ ഒരു ഡിറ്റർമിനേഷൻ, ഫേംനെസ് ഓഫ് ദ മൈൻഡ് ആവശ്യമാണ്, അല്ലേ? ആ ഒരു ഡെഡിക്കേഷൻ ആവശ്യമാണ്, സ്ട്രെങ്ത് ആവശ്യമാണ്. എനിക്ക് ജോലി വേണമെങ്കിൽ ഞാൻ ആദ്യം നമ്മളോട് തന്നെ പറയുക, എനിക്ക് ജോലി വേണം, ഞാൻ വിഷ്വലൈസ് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ വെച്ചിട്ട് പറയാം, കൈകൾ ഇങ്ങനെ വെച്ചിട്ട് പറയാം, ഞാൻ ഇതിനു വേണ്ടി എല്ലാ പരിശ്രമങ്ങളും ചെയ്യാൻ തയ്യാറാണ്, എന്ത് സാഹചര്യവും തരണം ചെയ്യാൻ ഞാൻ തയ്യാറാണ്.
ഇങ്ങനെ സങ്കല്പം എടുത്തതിന് ശേഷം വിഷ്വലൈസ് ചെയ്യുന്നത് നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ലേ? അപ്പോൾ ഈ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ജീവിക്കണം. അപ്പോൾ ജോലി കിട്ടുമ്പോൾ ആ ഒരു ശരീരത്തിലേക്കും മനസ്സിലേക്കും എല്ലാം അത് കൊണ്ടുവരണം. ആ ഒരു ഫീല് നമ്മൾ കൊണ്ടുവരണം. അത് കൊണ്ടുവന്നിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് വിഷ്വലൈസേഷൻ. അപ്പോൾ ഒരാൾക്കൊരു വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒന്നും ചെയ്യുന്നില്ല. വീട്ടിൽ കിടന്നുറങ്ങുന്ന ഒരാൾക്ക് എങ്ങനെ വീട് കിട്ടുന്ന? ആരെങ്കിലും കൊണ്ടുവന്ന് തരുമോ വീട്? ഇല്ലല്ലോ. അപ്പോൾ നമ്മളതിന് പരിശ്രമിക്കാൻ തയ്യാറാവണം. നമ്മൾ ഈ വിഷ്വലൈസേഷനൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സത്യത്തിൽ ഇതൊരു സൈക്കോളജിക്കൽ പ്രോസസ്സും കൂടെയാണ് അല്ലേ? സ്പിരിച്വൽ സൈഡ് ഉണ്ടെങ്കിലും ഈ വിഷ്വലൈസേഷൻ എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കിട്ടും. ചിലപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന സാഹചര്യമായിരിക്കും. ചിലപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ, അല്ലെങ്കിൽ ഇതൊരു നല്ലൊരു കാര്യമാണല്ലോ, ഇതെനിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അത് ഈ ഒരു ചിട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് നല്ലതായിരിക്കും, എനിക്കൊരു പക്ഷേ വീട് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു ജോലി, ഈ ഒരു മേഖല പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് തുറന്നു വരുവാണ് ചെയ്യുക. അല്ലാതെ ആകാശത്തുനിന്ന് ഒരിക്കലും വീട് പൊട്ടി വീഴും ആർക്കെങ്കിലും അങ്ങനെ വീഴുന്നുണ്ടെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് കള്ളത്തരമാണ്. അതായത് പെട്ടെന്ന് വീട് വിചാരിച്ച് വീട് വന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചോ. കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലേ? ലോകത്തുള്ള എല്ലാവർക്കും അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ പോരെ. നടന്നില്ലെങ്കിൽ അവരെന്ത് പറയും? നിങ്ങൾക്ക് ഡെഡിക്കേഷൻ കുറവാന്ന് പറയും അല്ലേ പലരും. അപ്പോൾ അങ്ങനെയല്ല. സത്യത്തിൽ നമ്മളിവിടെ ഹാർഡ് വർക്കും ഇതും എല്ലാം നമ്മൾ പറയില്ലേ, നാം പാതി ദൈവം പാതി. ഈ നാം പാതി എന്നുള്ളത് നമ്മൾ ചെയ്തിരിക്കണം. ചെയ്യാതെ ഇതൊന്നും ചെയ്തത് കൊണ്ട് യാതൊരു കാര്യമില്ല. അതിപ്പോൾ നമ്മൾ പറയില്ലേ, മഴ പെയ്യാതിരിക്കാം. നമ്മളുടെ ആഗ്രഹങ്ങൾ പലതും നടക്കാതിരിക്കാം. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും അതുകൊണ്ടാണ് നടന്നതെന്ന് വിചാരിക്കും. അതുകൊണ്ടാവണമെന്നില്ല, അല്ലാതെ നടന്നതായിരിക്കാം. അപ്പോൾ കോൺഷ്യസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. കോൺഷ്യസ് മാനിഫെസ്റ്റ്, ബോധത്തോടു കൂടി നമ്മൾ ഒരു കാര്യത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളവിടെ കുറച്ച് ഉറപ്പ് നമ്മളോട് തന്നെ നൽകണം. എന്നിട്ട് വിഷ്വലൈസ് ചെയ്യണം. വിഷ്വലൈസ് ചെയ്യുമ്പോൾ പല രീതിയിൽ വിഷ്വലൈസ് ചെയ്യും. ചില ആൾക്കാർക്ക് ഇപ്പോൾ ഒരു വീട് വെക്കുന്നതിനെക്കുറിച്ച് കാണാൻ പറ്റുന്നില്ല. നമ്മൾ പറയാറില്ല, ഇപ്പോൾ വീട്ടിൽ ആൾക്കാർ വരുന്നതെല്ലാം കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക? അത് ഫീൽ ചെയ്യുക, ശരീരത്തിലേക്ക് ആ സന്തോഷം കൊണ്ടുവരാം, അല്ലെങ്കിൽ കേൾവിയിലൂടെ കൊണ്ടുവരാം. എൻ്റെ വീട്ടിൻ്റെ ഹൗസ് വാമിംഗ് ആണ് അടുത്ത വർഷം എന്നാരും പറയില്ല, അടുത്ത മാസം. എന്താ പറയുക, അതിന് നീ വരണം, നീയും കുടുംബത്തിലുള്ള എല്ലാവരും വരണം. നല്ല വീടാണ്, ഞങ്ങൾ ഈ സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്, 2 നിലകളുള്ള വീടാണ്, 2-3 റൂം. എന്താണ് നിങ്ങൾക്കത് പറയാം, മനസ്സിലായോ? കേൾവിയിലൂടെ വിഷ്വലൈസ് ചെയ്യാം. കാണണ്ട, കേൾട്ടാൽ മതി. അതേപോലെ തന്നെ അടുത്തത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം, ശരീരത്തിലേക്ക് കൊണ്ടുവരാം, ഫീൽ ചെയ്യാം, സന്തോഷം കൊണ്ടുവരാം. നിങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല, നിങ്ങൾ കാണണമെന്ന് തന്നെ ഇല്ല. ഫീലിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഫീലിംഗ് ആണ്, ഭാവമാണ് ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഭാവം. നമ്മൾ എത്ര പ്രാർത്ഥന ചൊല്ലിയാലും ഒരു ഭാവവും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ചിലവർ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടില്ലേ? സീരിയലും കേൾക്കും, ആ പ്രാർത്ഥനയും നടക്കും. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഫീൽ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രാർത്ഥനയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ദൈവം the language of God is the language of the heart എന്ന് പറയുക. ദൈവത്തിൻ്റെ ഭാഷ ഹൃദയത്തിൻ്റെ ഭാഷയാണ്. എന്താണ് ഹൃദയത്തിൻ്റെ ഭാഷ? ഭാവം. അതല്ലേ? ഭാവമുണ്ടോ അവിടെ ഉറപ്പായിട്ടും ഗൈഡൻസ് ഉണ്ടാവും. ഈ ഭാവം ചെയ്ത് ഈ വിഷ്വലൈസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഗ്രേസും അനുഗ്രഹവും ഗൈഡൻസും ഉണ്ടാവും. ഈ ഗൈഡൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ വിഷ്വലൈസ് ചെയ്യും ഒന്നും നടക്കുന്നില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞിട്ട് ഒന്നും നടക്കാനുള്ള സാഹചര്യങ്ങളെ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ചിലവർ എന്താ പറയുക, രോഗങ്ങൾ മാറാൻ വേണ്ടി ഇത് ഉപയോഗിക്കാമെങ്കിൽ പിന്നെ എന്തിനാണ് ഡോക്ടർമാരും ഹോസ്പിറ്റലൊക്കെ ഇതങ്ങ് ഉപയോഗിച്ചാൽ പോലെ എല്ലാവർക്കും? ഒരിക്കലും ഇതൊന്നും രോഗങ്ങൾക്കോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾക്കോ ഒന്നും ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഇത് നമ്മളുടെ ലൈഫിൽ എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന പല കാര്യത്തിൻ്റെ കൂടെ നമ്മൾ ലൈഫിൽ നമുക്ക് അച്ചീവ് ചെയ്യുന്ന പല ഗോൾ സെറ്റിങ്ങിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ആ ഗോൾ സെറ്റിങ്ങിന് വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു അസുഖമുണ്ട്,
നിങ്ങളതിന് മരുന്ന് കഴിക്കുന്നുണ്ട്, നിങ്ങൾ ഡോക്ടറിനെ കാണുന്നുണ്ട്, പൂർണ്ണമായിട്ടും അതിൻ്റെ കൂടെ നിങ്ങളിതും ചെയ്യുന്നുണ്ട്, വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, അതൊരു കോൺഫിഡൻസ് കിട്ടും, അത് ദാറ്റ് ഇസ് ഓക്കെ. പക്ഷേ മരുന്ന് കഴിക്കുന്നില്ല, ഡോക്ടറിനെയും കാണുന്നില്ല, വിഷ്വലൈസേഷൻ മാത്രമുണ്ട്, ഒരു കാര്യവുമില്ല. അതൊക്കെ ഒരു തരത്തിലുള്ളൊരു നമ്മൾ എന്താ പറയുക, ഒരു സൂപ്പർസ്റ്റിഷ്യനാണ്. അപ്പോൾ എപ്പോഴും ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് നമ്മളോട് തന്നെ ഒരു അംഗീകാരവും ഒരു കോൺഫിഡൻസും എല്ലാം വരും. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ പോലും അത് വർക്കാവും ഇൻ ദ സെൻസ്, കാരണം നമ്മൾ റെഡിയാണെങ്കിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ ദൈവം നമുക്ക് 100 സ്റ്റെപ്പ് വെക്കുമെന്നാണ് പറയുക. അപ്പോൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കണം, കിടന്നുറങ്ങിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ വെറുതെ ഇതാക്കിയിട്ട് കാര്യമില്ല. ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ടത് നമ്മുടെ കടമ. ആ ഒരു സ്റ്റെപ്പ് കുറച്ച് പാടായിരിക്കും, ഒരു സ്റ്റെപ്പ് എന്നുള്ളത് നല്ല പാടായിരിക്കും. ആ ഒരു ഹാർഡ് വർക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതിനെയാണ് ആക്ഷൻ ഇല്ലാതെ അവിടെ റിസൾട്ട് ഉണ്ടാവില്ല. പ്രപഞ്ച നിയമമാണത്, അല്ലേ? അപ്പോൾ നമ്മൾ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വീട് വേണമെങ്കിൽ ആ വീടിന് സൂട്ടബിൾ ആയിട്ടുള്ള എനർജി എന്താണ്? ആക്ഷൻ. ആ എനർജി സിങ്ക് ആവുന്ന ആക്ഷൻ ചെയ്യുക, പ്രവൃത്തി ചെയ്യുക. ആ വീട് എന്നുള്ളൊരു എനർജി, ആ എനർജിയെ അച്ചീവ് ചെയ്യാനുള്ള പ്രവൃത്തി ഒരു എനർജിയാണ്, ആ എനർജി ചെയ്യുക. അപ്പോൾ ഈ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിനെ അച്ചീവ് ചെയ്യാനുള്ള എനർജി കണ്ടെത്താനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിലേക്ക് വരും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ പല ലേണിംഗ് പ്രോസസ്സ് ഉണ്ട് അതിനകത്ത് നമ്മുടെ കർമ്മ എല്ലാം നമ്മൾ കയറും. അപ്പോൾ അത് പല ലേണിംഗ് പ്രോസസ്സ് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാവുള്ളൂ. ഇതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ്. ബാക്കി എന്ത് ടെക്നിക്സ് നിങ്ങൾ ഉപയോഗിച്ചാലും, ആരുടെ ടെക്നിക്സ് നിങ്ങൾ ഉപയോഗിച്ചാലും, ഈ രീതിയിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ലൈഫിൽ ഒരു കോൺഫിഡൻസും ഒരു അക്സെപ്റ്റൻസും നിങ്ങളോട് തന്നെ ഉണ്ടാവും. അത് മതി, എന്ത് നേടാൻ പറ്റും, അല്ലേ? അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നാളെ തന്നെ ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി മിക്ക സമയത്തും ക്ലാസ്സസ് ഉണ്ടാവുന്നതാണ്. കമ്മ്യൂണിറ്റിയിൽ ചേരേണ്ടവർ നമ്മുടെ ഫ്രീ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ പോയി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.